ഓം നമോ ഭഗവതേ വാസുദേവായ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഹരേ കൃഷ്ണ. 2025 ഡിസംബർ 1-ാം തീയതിയാണ് ഗുരുവായൂർ ഏകാദശി. അന്നേ ദിവസം ജനസഹസ്രങ്ങളാണ് ഏകാദശിയിൽ ഭഗവാനോടൊപ്പം പങ്കെടുക്കുന്നതിന് വേണ്ടി ഗുരുവായൂരിൽ എത്തിച്ചേരുന്നത്. ആത്മീയത, ആത്മസംയമനം, ആത്മനിയന്ത്രണം എന്നിവയിലൂടെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള ദൈവീകമായ പാതയാണ് ഏകാദശി. അന്നേ ദിവസം ഭഗവാനോടൊപ്പം ഉപവസിക്കുക, അതാണ് ഉപവാസം എന്നതിൻ്റെ അർത്ഥം. മനസ്സ്, ശരീരം, ജിഹ്വ എന്നിവയെ നിയന്ത്രിച്ച്, അതായത് മനസ്സ് വളരെ പവിത്രമാക്കുക, ഭഗവത് ചിന്തയോടുകൂടിയിരിക്കുക, ശരീരത്തിൽ നമ്മൾ ഉപവാസം അനുഷ്ഠിക്കുക, നാവുകൊണ്ട് ജിഹ്വ കൊണ്ട് ഭഗവത് നാമങ്ങൾ ചൊല്ലുക. അങ്ങനെ മനസ്സും ശരീരവും ജിഹ്വയും ആ ഭഗവാനോടുകൂടി ഉപവസിച്ച് നമുക്ക് ആത്മസാക്ഷാത്കാരം നേടാനുള്ള പുണ്യ ദിവസമാണ് ഗുരുവായൂർ ഏകാദശി. വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഏകാദശി തിഥിയിലാണ് ഗുരുവായൂർ ഏകാദശി ആഘോഷിക്കുന്നത്. അന്നേ ദിവസം ഗുരുവായൂർ അമ്പലം വളരെ ദീപാലങ്കൃതമായി, വളരെ ശോഭനമായിട്ട് തന്നെ എല്ലാവർക്കും ദർശിക്കാൻ കഴിയും. ആയിരക്കണക്കിന് ആളുകളാണ് ഭഗവാനെ ഒരു നോക്ക് കാണാനും ഭഗവാന്റെ കൂടെ ഇരിക്കാനും ഭഗവാനെ തൊഴുകാനും അതുപോലെ തന്നെ ആ ഭഗവാന്റെ പ്രസാദം ഏറ്റുവാങ്ങാനുമായിട്ട് ഗുരുവായൂരിൽ എത്തിച്ചേരുന്നത്. വളരെ ഭക്തിസാന്ദ്രമായി പവിത്രമായിട്ട് ഭഗവത് സ്മരണയോടുകൂടി ആ ഭഗവാന്റെ കൂടെ ഇരുന്ന് ഉപവസിച്ച് ജപിച്ച് ഭഗവാന്റെ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്ത്, അതായത് ഭഗവത്ഗീത, നാരായണീയം തുടങ്ങിയ ഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്ത് ആ ദിവസത്തെ പുണ്യമാക്കാനാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് ഏകാദശി ദിനത്തിൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ ആ ഏകാദശി എങ്ങനെയാണ് ആ ഏകാദശിയുടെ ഉത്ഭവം എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിന് ആദ്യമായിട്ട് നമുക്ക് ഒരു ഐതിഹ്യം തന്നെ ഉണ്ട്. ഭഗവാൻ വൈകുണ്ഠ ദേശത്തുള്ള സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് ആ ഭഗവാന്റെ പാതാളാഞ്ജന ശിലാനിർമ്മിതമായ വിഗ്രഹം നിർമ്മിച്ചത്. ആ വിഗ്രഹമാണ് ഇന്ന് ഗുരുവായൂരപ്പ വിഗ്രഹമായിട്ട് ഗുരുവായൂരിൽ എല്ലാവരെയും കടാക്ഷിച്ചുകൊണ്ട് വിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഗ്രഹം ബ്രഹ്മാവ് സൃഷ്ടി ആരംഭിച്ചപ്പോൾ തൻ്റെ സൃഷ്ടികർമ്മത്തിനും അതുപോലെ തന്നെ ധർമ്മത്തിനും ഒരു ച്യുതിയും വരാതെ ഇരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഭഗവാനോട് അപേക്ഷിക്കുകയാണ് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ ഭഗവാൻ തന്നെ ആ പാതാളാഞ്ജന വിഗ്രഹം ബ്രഹ്മാവിന് കൈമാറി എന്ന് പറയുന്നു. ഈ വിഗ്രഹം ബ്രഹ്മാവ് വരാഹകൽപ്പം വരെ പൂജിച്ച് ആരാധിച്ചു. പിന്നീട് സുതപസ് കൃഷ്ണിയും ഭഗവാനെ തൻ്റെ മകനായി ലഭിക്കുന്നതിന് വേണ്ടി കഠിനമായ തപസ് അനുഷ്ഠിക്കുകയുണ്ടായി. അപ്പോൾ 3 പ്രാവശ്യമാണത്രേ അവർ ഭഗവാനോട് തൻ്റെ മകനായി ജനിക്കണമേ എന്ന് ആവശ്യപ്പെട്ടത്. അപ്പോൾ അങ്ങനെ 3 ജന്മങ്ങളിലും ആ സുതപസിൻ്റെയും കൃഷ്ണിയുടെയും പുത്രനായിട്ട് ഭഗവാൻ അവതരിക്കുന്നു. അതായത് കൃത, ത്രേത, ദ്വാപര യുഗങ്ങളിൽ ഇതേ സുതപസനും കൃഷ്ണിക്കും ഭഗവാൻ പുത്രനായിട്ട് അവതരിച്ചു. കൃതയുഗത്തിൽ സുതപസിൻ്റെയും കൃഷ്ണിയുടെയും മകനായി കൃഷ്ണിഗർഭൻ എന്ന പേരിലാണ് ഭഗവാൻ അവതരിച്ചത്. അവർ ആ വിഗ്രഹത്തെ അന്ന് പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്തു. പിന്നീട് ത്രേതായുഗത്തിൽ വാമനനായിട്ട് കശ്യപ പ്രജാപതിയുടെയും അദിതിയുടെയും പുത്രനായിട്ട് ഭഗവാൻ അവതരിക്കുകയുണ്ടായി. ആ യുഗത്തിലും കശ്യപ പ്രജാപതിയും അദിതിയും ആ ഭഗവത് വിഗ്രഹത്തെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്തു. പിന്നീട് വരുന്ന ദ്വാപര യുഗത്തിൽ വസുദേവരുടെയും
ദേവകിയുടെയും പുത്രനായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് അവതരിക്കുന്നു. ആ കാലഘട്ടത്തിലും അല്ലെങ്കിൽ ആ ദ്വാപര യുഗത്തിലും വസുദേവരും ദേവകിയും ആ ഭഗവാന്റെ ആ വിഗ്രഹത്തെ പൂജിച്ച് ആരാധിക്കുകയുണ്ടായി. പിന്നീട് ഭഗവാൻ ദ്വാരകയിലേക്ക് താമസം മാറ്റിയപ്പോൾ ഈ വസുദേവരും ദേവകിയും ആരാധിച്ചിരുന്ന ആ ഭഗവാൻ നൽകിയിരിക്കുന്ന ആ പാതാളാഞ്ജന ശിലാവിഗ്രഹത്തെ ദ്വാരകയിലേക്ക് കൊണ്ടുപോയി അവിടെ ശ്രീകൃഷ്ണ ഭഗവാനും ബലരാമനും അത് പൂജിച്ചു എന്നാണ് പറയുന്നത്. ഭഗവാന്റെ അന്തർധാന സമയത്ത്, അതായത് സ്വർഗാരോഹണ സമയത്ത് ഭഗവാൻ തൻ്റെ ഉദ്ധവരോട് പറയുകയുണ്ടായി, ഉദ്ധവരെ, ഇന്നേക്ക് 7-ാം ദിവസം ദ്വാരക വെള്ളത്തിൽ താഴ്ന്നു പോകും. അങ്ങനെ വരുന്ന സമയത്ത് ഈ വിഷ്ണു വിഗ്രഹം, അതായത് ആ പാതാളാഞ്ജന ശിലാവിഗ്രഹം മാത്രം ആ സമുദ്രത്തിൽ താഴാതെ പൊങ്ങി നിൽക്കുന്നതാണ്. അങ്ങ് അതിനെ യഥാവിധി പ്രതിഷ്ഠിക്കാനുള്ള കാര്യങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. ഇത് മനസ്സിലാക്കിയ ഉദ്ധവര് ദേവഗുരുവായ ബൃഹസ്പതിയോട് ചെന്ന് പറയുകയുണ്ടായി ഈ ഭഗവാന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ എന്നുള്ള ആ കാര്യം. അങ്ങനെ ദേവഗുരുവായ ബൃഹസ്പതിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പുത്രനായ വായു ഭഗവാനും കൂടി ആ ദ്വാരകയിലെത്തി ആ സമുദ്രത്തിലൂടെ ഒഴുകിക്കൊണ്ടിരുന്ന ആ വിഗ്രഹത്തെ അവർ എടുത്തു. അപ്പോൾ ഒരു അശരീരി കേട്ടു. എവിടെയാണ് ഇത് സ്ഥാപിക്കേണ്ടത് എന്ന അവരുടെ ചിന്തയ്ക്ക് ഒരു അശരീരിയാണ് കേട്ടത്. ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള അവിടെ ഒരു വലിയ ഭാർഗവ ക്ഷേത്രം തന്നെയുണ്ട്. ആ ഭാർഗവ ക്ഷേത്രത്തിനടുത്തുള്ള ആ സമുദ്രത്തിൻ്റെ അടുത്ത് ആ തടാകത്തിന് സമീപമായിട്ടാണ് ഈ വിഗ്രഹത്തെ പ്രതിഷ്ഠിക്കേണ്ടത് എന്നൊരു അശരീരി കേട്ടു. ഉടനെ തന്നെ ബൃഹസ്പതിയും അല്ലെങ്കിൽ വായുദേവനും കൂടി ആ ഭാർഗവ ക്ഷേത്ര ഭൂമിയിലേക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ ആ സമുദ്രത്തിന് സമീപമായിട്ട് വലിയൊരു തടാകം അവർ കാണുന്നുണ്ടായി. ആ തടാകത്തിൽ പരമശിവനും പാർവതിയും അവർക്ക് കാണാൻ സാധിച്ചു. ആ ശിവഭഗവാൻ അവരോട് അരുളി ചെയ്തു, ഈ ഭഗവാന്റെ ഈ പുണ്യ വിഗ്രഹം ഈ തടാകത്തിൻ്റെ പടിഞ്ഞാറു ഭാഗത്ത് ഇവിടെ പ്രജേതസ്സുകൾ തപസ് ചെയ്ത് അനുഷ്ഠിച്ച പുണ്യഭൂമിയാണ്. അതുപോലെ തന്നെ ഞാൻ രുദ്രഗീതം പ്രജേതസ്സുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു പുണ്യഭൂമി കൂടിയാണ്. അതുകൊണ്ട് ഭഗവാന്റെ ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് എന്ന് അവരോട് പറയുകയുണ്ടായി. അത് കഴിഞ്ഞ് ആ ഭഗവാനും അല്ലെങ്കിൽ ബൃഹസ്പതിയും വായുദേവനും കൂടി ആ വിഗ്രഹത്തെ ഇന്ന് കാണുന്ന ഈ ഗുരുവായൂരിൽ പ്രതിഷ്ഠിച്ചു. അങ്ങനെ ഗുരുവും വായുവും കൂടി പ്രതിഷ്ഠിച്ചത് കൊണ്ടാണ് ഈ സ്ഥലത്തിന് ഗുരുവായൂർ എന്ന പേര് വന്നത്. അതുപോലെ തന്നെ ഗുരുവും വായുവും കൂടി പ്രതിഷ്ഠിച്ചത് കൊണ്ടുള്ള ഗുരുവായൂരപ്പൻ എന്ന പേര് വരാനും ഗുരുവും വായുവും കൂടി പ്രതിഷ്ഠിച്ചത് കൊണ്ടാണ് ഭഗവാൻ ആ പേരും ലഭിച്ചത്. പിന്നീട് ആ തടാകത്തിൻ്റെ മറുവശത്തായിട്ട് പരമശിവൻ സ്വയംഭൂ ആയിട്ട് അവിടെ പ്രതിഷ്ഠ ചെയ്തു എന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന മമ്മിയൂര്. അപ്പോൾ ഗുരുവായൂരപ്പനോടൊപ്പം തന്നെ മമ്മിയൂരപ്പനും അതിൻ്റെ സമീപത്ത് സാന്നിധ്യമായിട്ട് നിലകൊള്ളുന്നുണ്ട്. ഗുരുവായൂർ ദർശിക്കുന്നവർ മമ്മിയൂരപ്പനെ കൂടി ദർശിച്ചാലാണ് ആ ദർശനം പൂർത്തിയാവുള്ളൂ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിച്ച ഈ ദിവസം ഏകാദശി ദിവസമായിരുന്നു. അതുകൊണ്ടാണ് ഈ ഗുരുവായൂർ ഏകാദശി ഭഗവാന്റെ പ്രതിഷ്ഠാ ദിനം കൂടിയാണ് എന്നാണ് നമ്മളെയൊക്കെ വിശ്വാസം. ഇനി ഒരു ഐതിഹ്യം കൂടി ഇതിൻ്റെ പുറകിലുണ്ട്. അതായത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനൻ യുദ്ധക്കളത്തിൽ എത്തിയപ്പോൾ അവിടെ ശത്രുപക്ഷത്ത് തൻ്റെ പ്രിയപ്പെട്ടവരെയും ബന്ധുജനങ്ങളെയും കണ്ടപ്പോൾ തളർന്ന് ആ തേർത്തട്ടിലിരുന്നു. ഈ സമയത്ത് ഭഗവാൻ അർജുനനെ ആ യുദ്ധം ചെയ്യിക്കുന്നതിനുള്ള ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി, അർജുനനെ പ്രചോദനം നൽകുന്നതിന് വേണ്ടി ഉപദേശിച്ചതാണ് ഗീതോപദേശം, ആ ഭഗവത്ഗീത. ആ ഗീത ഉപദേശിച്ചതും ഏകാദശി നാളിലാണ്. അതുകൊണ്ട് ഈ ദിനം ഗീതാദിനം എന്ന പേരിലും അറിയപ്പെടുന്നു. ഈ ദിവസം ഭഗവത്ഗീത എല്ലായിടത്തും പാരായണം ചെയ്യുന്നതും വളരെ പുണ്യഫലപ്രദമാണ്. ഗുരുവായൂർ ഏകാദശി ദിവസം ഗുരുവായൂർ മുഴുവനായിട്ടും പരിസരങ്ങളുമെല്ലാം ആ ദീപപ്രഭയിൽ ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന അതിമനോഹരമായ ദിവ്യമായ ഒരു കാഴ്ചയാണ്. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് വൃശ്ചിക ഏകാദശി ദിവസം മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിച്ചാൽ വളരെയധികം ഫലപ്രാപ്തി ഉണ്ടാകുന്നതാണ്. അന്നേ ദിവസം
എല്ലാ ദേവീ ദേവന്മാരും മഹാവിഷ്ണുവിനെ കാണാനായി ഗുരുവായൂരിൽ എത്തുന്നു. ആ വിഷ്ണുവിനെ ദർശിക്കുന്ന ഒരു പുണ്യദിനം കൂടിയാണ് ഈ ഏകാദശി. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെത്തി ആരാധിക്കുന്നവർക്കും ഇവിടെ വന്ന് തൊഴുകുന്നവർക്കൊക്കെ എല്ലാ ദേവീദേവന്മാരുടെയും ഗുരുവായൂരപ്പൻ്റെയും അനുഗ്രഹം ഉണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഏകാദശി വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് നോക്കാം. ശ്രേഷ്ഠ വ്രതങ്ങളിൽ ഒന്നാണ് ഏകാദശി വ്രതം. പണ്ട് കാലം മുതൽക്ക് തന്നെ നമ്മളെല്ലാവരും വളരെ ഭക്തി പുരസ്സരം ആ ഭഗവാനെ സ്മരിച്ചുകൊണ്ടാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത്. ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിനും അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ നേടാനും എല്ലാം നമുക്ക് ഏറ്റവും അനുയോജ്യമായതാണ് ഈ ഏകാദശി വ്രതം. നമ്മുടെ ആഗ്രഹ സാഫല്യം, ഐശ്വര്യം, അതുപോലെ സമ്പത്ത്, ആരോഗ്യം, മനഃശാന്തി എന്നിവയെല്ലാം ലഭിക്കുന്നതിന് ഏകാദശി വ്രതം അനുയോജ്യമാണ്. വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി വേണം ഏകാദശി വ്രതം ആചരിക്കാൻ. അതുപോലെ തന്നെ അന്നേ ദിവസം നമ്മുടെ മനസ്സിലുള്ള എല്ലാ ദുർവികാരങ്ങളെയും, അതായത് നമ്മളുടെ ദേഷ്യം, അസൂയ, അങ്ങനെയുള്ള ദുർവികാരങ്ങളെല്ലാം മാറ്റി നമ്മുടെ മനസ്സിൽ ഭഗവാനെ മാത്രം ധ്യാനിച്ച് സത്യസന്ധതയും ദയയോടും അനുകമ്പയോടും കൂടി നമ്മൾ പെരുമാറാൻ കൂടി നമ്മൾ ആ ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതും ഭഗവത് പ്രീതിക്ക് വളരെയധികം അനുയോജ്യമാണ്. അതുകൊണ്ട് എല്ലാവരും ആ മനസ്സുകൂടി പരിശുദ്ധമാക്കി ഭഗവാനെ സ്മരിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കൂടെ ഇരിക്കുക എന്നാണല്ലോ അർത്ഥം. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഗുരുവായൂരിൽ എത്താൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മുടെ സമീപത്തുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി നമുക്ക് ഭഗവാനോടൊപ്പം ഇരിക്കാം, ഭഗവാന്റെ ഭജനകൾ പാടാം. അതുപോലെ തന്നെ അവിടെ ഇരുന്ന് ആ ഭഗവത് പ്രസാദം സേവിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആ ദിവസം വളരെ പുണ്യഫലപ്രദമായി തീരും എന്ന് നമുക്ക് കണക്കാക്കാം. ഇനി ഈ ഏകാദശി അനുഷ്ഠിക്കേണ്ടത് നമ്മൾ ദശമി ദിവസം മുതൽ, ദശമി, ഏകാദശി, ദ്വാദശി, അങ്ങനെ 3 ദിവസങ്ങളിലായിട്ടാണ് ഏകാദശി നമ്മൾ ആചരിക്കേണ്ടത്. ദശമി ദിവസവും ദ്വാദശി ദിവസവും നമ്മൾ ഒരിക്കലൂണാണ് അനുഷ്ഠിക്കേണ്ടത്. ഏകാദശി ദിവസം പൂർണ്ണമായ ഉപവാസമാണ് വേണ്ടത്. അതായത് നമ്മൾ ജലമോ ആഹാരമോ ഒന്നും ഭക്ഷിക്കാതെ ഭഗവാനെ സ്മരിച്ചിരിക്കേണ്ട ദിവസമാണ്. ഇനി നമ്മുടെ ശാരീരിക അസ്വസ്ഥതകളൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് തുളസി തീർത്ഥം പാനം ചെയ്തിട്ട് ആ ഏകാദശി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഇത് വളരെ ഭഗവാന്റെ അനുഗ്രഹത്തിന്, അല്ലെങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹത്തിനും നമ്മുടെ ഐശ്വര്യത്തിനൊക്കെ വളരെ ഗുണപ്രദമാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഏകാദശി വ്രതം കഴിഞ്ഞാൽ ദ്വാദശി ദിവസവും ഇതുപോലെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് സ്നാനമെല്ലാം ചെയ്ത് ഭഗവാന്റെ അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ച് പാരണ കൂടി നടത്തിയാണ് ഈ ഏകാദശി വ്രതം അവസാനിക്കുക. അപ്പോൾ ദശമി, ഏകാദശി, ദ്വാദശി ദിവസങ്ങളോടുകൂടിയാണ് നമ്മുടെ ഏകാദശി വ്രതം പൂർണ്ണമാകുന്നത്. അതിൽ ഏകാദശി ദിവസം പൂർണ്ണമായ ഉപവാസമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ ഗുരുവായൂർ ഏകാദശി അനുഷ്ഠിച്ചാൽ ഈ ലോകത്തിൽ മാത്രമല്ല പരലോകത്തിലും, അതായത് ഇഹജന്മത്തിലും പരജന്മത്തിലും നമ്മുടെ എല്ലാ പാപങ്ങളും ഇല്ലാതായി നമുക്ക് ആ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകും എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ നമ്മൾ സത്സംഗങ്ങളിൽ പങ്കെടുക്കുന്നതും വളരെ ഉചിതമാണ്. ഭഗവാന്റെ നാമങ്ങൾ കീർത്തനം ചെയ്യുക, അതുപോലെ തന്നെ സത്സംഗങ്ങളിൽ പങ്കെടുക്കുക. സംസാരാഖ്യ മഹാഘോര ദുഃഖിനാം സർവദേഹിനാം ഏകാദശി ഉപവാസോയം നിർമ്മിതം പരമൌഷധം എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും എല്ലാ ദേഹികൾക്കും മഹാദുഃഖിതർക്കും പരമമായ ഔഷധമാണ് ഏകാദശി ഉപവാസ വ്രതം. അതുകൊണ്ട് ഈ വ്രതം എല്ലാവരും വളരെ ഭക്തിയോടുകൂടി തന്നെ അനുഷ്ഠിക്കേണ്ടതാണ്. ഏകാദശി വ്രതം നോൽക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഹരിവാസര വേളയാണ്. അപ്പോൾ എന്താണ് ഈ ഹരിവാസരം എന്ന് പറഞ്ഞാൽ, ഏകാദശിയുടെ അവസാനത്തെ 6 മണിക്കൂറും ദ്വാദശിയുടെ ആദ്യത്തെ 6 മണിക്കൂറും അടങ്ങുന്ന സമയമാണ്. അതായത് ആ 12 മണിക്കൂറാണ് ഹരിവാസരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ദിവസം വിഷ്ണുവിൻ്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കും. ആ സമയത്ത് നമ്മൾ ഉറക്കം, ആഹാരം എന്നിവയെല്ലാം ഉപേക്ഷിച്ച് ആ ഭഗവാന്റെ കൂടെ ഇരിക്കുക, ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക, ഭഗവാന്റെ
ഓം നമോ ഭഗവതേ വാസുദേവായ അല്ലെങ്കിൽ ഓം നമോ നാരായണായ എന്ന മന്ത്രം നമുക്ക് ആ സമയത്ത് ഭജിക്കാം. ഇനി അല്ലെങ്കിൽ ഈ സമയത്ത് ഹരിനാമകീർത്തനം, ഭഗവത്ഗീത, അച്യുതാഷ്ടകം, അങ്ങനെ നമുക്ക് ഏതാണോ അറിയാവുന്ന ഭഗവത് കീർത്തനങ്ങൾ അത് ചൊല്ലി ഭഗവാനോടൊപ്പം ഇരിക്കേണ്ടതാണ്. അങ്ങനെ ഏറ്റവും പുണ്യമായ ഒരു സമയമാണ് ഹരിവാസരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഭഗവാനോടൊപ്പമാണ് ഇരിക്കുന്നത്. നമ്മുടെ എല്ലാവിധ ആഗ്രഹ സാഫല്യവും ലഭിക്കുന്നതിന് ഈ ഹരിവാസരത്തിൽ ഭഗവാനോടൊപ്പം ഇരിക്കാൻ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഏകാദശിയെക്കുറിച്ചിട്ടുള്ള ഒരു പുരാണ കഥകൾ കൂടിയുണ്ട്. ഈ ഏകാദശി എന്ന് പറയുന്നത് ഏകാദശി ദേവിയാണ് എന്ന് ആ ഏകാദശി കഥകളിലുണ്ട്. ഏകാദശി പുരാണ കഥകളനുസരിച്ച് ഏകാദശി എന്നതൊരു ദേവിയാണ് എന്ന് ഒരു ഐതിഹ്യ കഥയുണ്ട്. അതെന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ബ്രഹ്മദേവൻ സൃഷ്ടിച്ച അസുരനായിരുന്നു താലജംഗൻ. അദ്ദേഹത്തിൻ്റെ പുത്രനായിരുന്നു മുരൻ. ഇവർ രണ്ടുപേരും കൂടി തങ്ങളുടെ ശക്തി പരീക്ഷിക്കുന്നതിന് വേണ്ടി ദേവലോകം ആക്രമിച്ച് കീഴടക്കി ദേവേന്ദ്ര പട്ടം അവർ കൈയടക്കി. ഈ സമയത്ത് ദേവന്മാരെല്ലാവരും കൂടി ചെന്ന് ഭഗവാനോട് തങ്ങളുടെ സങ്കടം ഉണർത്തിച്ചു. ആ സമയത്ത് ഭഗവാനിൽ നിന്നും വളരെ ശക്തിശാലിയും അതുപോലെ അതിമനോഹരിയുമായൊരു ദേവി ഉണ്ടായി. ആ ദേവി മുരനെയും താലജംഗനെയും വധിച്ചു. ഭഗവാന്റെ സമീപത്തെത്തിയപ്പോൾ എന്താണ് വരം വേണ്ടത് എന്ന് ഭഗവാൻ ചോദിക്കുകയുണ്ടായി. ആ സമയത്ത് ദേവി ഏകാദശി ദിവസമാണ് ഈ ദേവി ഉണ്ടായത്. അതുകൊണ്ടാണ് ആ ദേവിക്ക് ഏകാദശി ദേവി എന്ന പേരും വന്നത്. അങ്ങനെ ആ ദേവി ഭഗവാനോട് പറഞ്ഞു, എനിക്ക് എൻ്റെ പേരിൽ ഒരു ശ്രേഷ്ഠമായ വ്രതം ഉണ്ടായിരിക്കണം. അങ്ങനെ ആ വ്രതം എല്ലാവരാലും അനുഷ്ഠിക്കപ്പെടുന്നതായിരിക്കണം. അത് അനുഷ്ഠിക്കാത്തവർക്ക് ശിക്ഷ കൂടി നൽകണം എന്ന് ദേവി ആവശ്യപ്പെട്ടു. ഭഗവാൻ അങ്ങനെ അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ ഭഗവാനിൽ നിന്നും ഉണ്ടായ ആ ദേവി ഏകാദശി ദേവി ഏകാദശി ദിവസം ഉണ്ടായതുകൊണ്ട് ഏകാദശിക്ക് അങ്ങനെയൊരു പുരാണ കഥ കൂടി പറയുന്നുണ്ട്. എന്തായാലും മുരനെ നിഗ്രഹിച്ചത് ആ ഭഗവാനിൽ നിന്നുമുണ്ടായ ഏകാദശി ദേവി ആയതുകൊണ്ട് മുരനെ നിഗ്രഹിച്ചത് ഭഗവാൻ എന്നുള്ള അർത്ഥത്തിൽ ഭഗവാന് മുരാരി എന്ന പേര് കൂടി ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരു ഐതിഹ്യ കഥയാണ്. ഇനി ഏകാദശി വ്രതം തന്നെ ചിലയിടങ്ങളിൽ 2 തരത്തിൽ ഏകാദശി വ്രതം നടത്തി വരുന്നുണ്ട്. ഒന്ന് ദശമി ബന്ധമുള്ള ഏകാദശി, പിന്നെ ഒന്ന് വരുന്നത് ദ്വാദശി ബന്ധമുള്ള ഏകാദശി. അപ്പോൾ അംബരീക്ഷ മഹാരാജാവിൻ്റെ പക്ഷത്ത് വരുന്ന ആ ഏകാദശിക്കാണ് ദശമി പക്ഷമുള്ള ഏകാദശി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രുക്മാംഗത മഹാരാജാവിൻ്റെ പക്ഷം ഉള്ള ഏകാദശിയാണ് ദ്വാദശി പക്ഷമുള്ള ഏകാദശി അല്ലെങ്കിൽ ആനന്ദ ഏകാദശി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിൽ അംബരീഷ ഏകാദശി എന്ന് പറയുന്നത് നമ്മൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് സൂര്യോദയം മുതലാണ്. അന്ന് ആ മുതൽ 6 നാഴിക സൂര്യോദയം മുതൽ 6 നാഴികയുണ്ടെങ്കിൽ അന്ന് ഏകാദശി വ്രതം എടുക്കാവുന്നതാണ്. എന്നാൽ രുക്മാംഗത പക്ഷം ഉള്ള ആ ഏകാദശി ദ്വാദശി പക്ഷമുള്ള ഏകാദശി പ്രകാരം സൂര്യോദയത്തിന് മുന്നേ, അതായത് അരുണോദയ സമയത്ത്, അതായത് സൂര്യോദയത്തിന് 1.5 മണിക്കൂർ മുന്നെയാണ് ഏകാദശി വ്രതം ആരംഭിക്കുക. അപ്പോൾ അതിൽ ദശമി ബന്ധം ഉണ്ടെങ്കിൽ അവർ അന്നേ ദിവസം വ്രതം അനുഷ്ഠിക്കാറില്ല. പിറ്റേ ദിവസമാണ് ഏകാദശി അനുഷ്ഠിച്ച് വരാറുള്ളത്. ഇതിൽ വൈഷ്ണവ പക്ഷമുള്ളവരാണ് ഈ രുക്മാംഗത ഏകാദശി വ്രതം ഒക്കെ ആചരിച്ചു വരുന്നതായി കണ്ടിട്ടുള്ളത്. എന്തായാലും ഗുരുവായൂർ ഏകാദശി നമ്മൾ ഈ വർഷം ഡിസംബർ 1 തിങ്കളാഴ്ചയാണ് നമ്മളെല്ലാവരും അനുഷ്ഠിക്കേണ്ടത്. ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ ക്ഷേത്രത്തിലെ ഏകാദശിയോടനുബന്ധിച്ച് നടക്കുന്ന ഉത്സവ ആഘോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. അതിലാദ്യമായിട്ട് ചുറ്റുവിളക്ക്, അതായത് ഈ തുലാമാസത്തിലെ ആദ്യത്തെ വെളുത്ത പക്ഷ ഏകാദശി മുതൽ ഗുരുവായൂർ ദീപാലങ്കൃതമായിരിക്കും. ചുറ്റുവിളക്ക് ആരംഭിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ചുറ്റുവിളക്ക് നടത്തുന്നത് അതൊക്കെ പരമ്പരാഗതമായിട്ട് ഇങ്ങനെ അനുഷ്ഠിച്ച് വരികയാണ്. പാലക്കാട്ട് അലനല്ലൂരിൽ അമ്മിണിയമ്മയുടെ പേരിലാണ് ആദ്യത്തെ ചുറ്റുവിളക്ക് ഏകാദശിയോടനുബന്ധിച്ച് ഗുരുവായൂരിൽ ചുറ്റുവിളക്ക് നടത്തുന്നത്. പിന്നെ അത് ഓരോരുത്തരും അവരുടെ വകയായി നടത്തുന്നുണ്ട്. കേരള ഹൈക്കോടതിയുടെ വകയായിട്ട് കോടതി വിളക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന വിളക്ക് നടത്തുന്നുണ്ട്. അതുവരെ തന്നെ നമ്മുടെ കേരള പോലീസ് ചുറ്റുവിളക്ക് നടത്താറുണ്ട്. അത് പോലീസ് വിളക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുവരെ തന്നെ SBIയുടെ പേരിൽ നടത്തുന്ന
ആ വിളക്ക് SBI വിളക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ അങ്ങനെ ചുറ്റുവിളക്കുകൾ ഓരോ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ വ്യക്തികളോ നടത്തുന്ന പേരുകളിലാണ് അറിയപ്പെടുന്നത്. അത് തുലാമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി മുതൽ ഗുരുവായൂരിൽ ഈ ചുറ്റുവിളക്ക് ആരംഭിക്കുന്നു. ഇനി ഇതുകൂടാതെ പാരമ്പര്യ വിളക്കുകളും ഗുരുവായൂരിൽ അനുഷ്ഠിച്ചു വരുന്നുണ്ട്. അത് ഓരോ കുടുംബക്കാരാണ് ഈ പാരമ്പര്യ വിളക്കുകൾ ഈ ഗുരുവായൂരിൽ ചുറ്റുവിളക്കായിട്ട് നടത്തുന്നത്. പഞ്ചമി മുതൽ നവമി വരെയുള്ള ദിവസങ്ങളിലാണ് ഈ അല്ലെങ്കിൽ ഈ പരമ്പരാഗതമായ ചുറ്റുവിളക്കുകൾ ഇവിടെ നടത്തപ്പെടുന്നത്. ഒരേ ദിവസം കൃത്യമായി നടത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓരോ കുടുംബക്കാരുടെ വകയായിട്ടാണ് ഈ ചുറ്റുവിളക്കുകൾ നടത്തുന്നത്. ഇനി അതിലേറ്റവും വിശേഷപ്പെട്ട ഒരു വിളക്ക് എന്ന് പറയുന്നത് സപ്തമി വിളക്കാണ്. അന്നേ ദിവസം ഗുരുവായൂരിലെ നെന്മിനി മനയുടെ വകയാണ് ചുറ്റുവിളക്ക് നടത്തുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നെന്മിനി ഇല്ലത്തിലെ തെങ്ങിൽ നിന്നും എടുത്ത തേങ്ങയിൽ നിന്നുണ്ടാക്കിയ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് അന്നേ ദിവസം ഗുരുവായൂരിലെ ചുറ്റുവിളക്കുകൾ പ്രകാശിപ്പിക്കുന്നത്. അപ്പോൾ ഗുരുവായൂരിലാകെ ഒരേ ഒരു ദിവസമാണ് വെളിച്ചെണ്ണയിൽ ചുറ്റുവിളക്ക് നടത്തുന്നത്. അത് ഈ ഏകാദശിയോട് അനുബന്ധിച്ചിട്ടുള്ള ആ സപ്തമി ദിനത്തിലാണ് നെന്മിനി മനക്കാരുടെ വകയായിട്ടാണ് ആ ചുറ്റുവിളക്ക് ആഘോഷിക്കപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ ശ്രീ ഗുരുവായൂരപ്പൻ സങ്കീർത്തന ട്രസ്റ്റിൻ്റെ വിളക്കും ഇവിടെ ആഘോഷിക്കുന്നുണ്ട്. അത് ദശമി ദിനത്തിനാണ് ആഘോഷിക്കുന്നത്. അത് ഗുരുവായൂരപ്പ ഭക്തനും ഭാഗവത ആചാര്യനുമായിരുന്ന ശ്രീ ആഞ്ഞം മാധവൻ നമ്പൂതിരിയുടെ പേരിലാണ് ഈ ശ്രീ ഗുരുവായൂരപ്പൻ സങ്കീർത്തന ട്രസ്റ്റ് ഈ വിളക്ക് നടത്തുന്നത്. അത് അന്നേ ദിവസം നടത്തി വന്നിരുന്ന കുടുംബം അന്യം നിന്നു പോയതുകൊണ്ടാണ് ഈ ട്രസ്റ്റ് ഏറ്റെടുത്തിട്ട് ഈ ചുറ്റുവിളക്ക് നടത്തുന്നത്. അഷ്ടമി ദിവസം മുതലുള്ള ചുറ്റുവിളക്കുകൾ അന്ന് ഭഗവാന്റെ സ്വർണ്ണക്കോലം കൂടി എഴുന്നള്ളിക്കുന്ന ചടങ്ങുകൾ ഉണ്ടായിരിക്കും. ഈ വിളക്കുകൾക്ക് അകമ്പടിയായിട്ട് പഞ്ചവാദ്യം, പഞ്ചാരിമേളം, നാദസ്വരം തുടങ്ങിയവയോടുകൂടിയ കാഴ്ച ശീവേലിയും ഉണ്ടായിരിക്കും. ഏകാദശി ദിവസം നട തുറന്നു കഴിഞ്ഞാൽ അന്നത്തെ പൂജകൾ, ഉദയാസ്തമന പൂജയും സാധാരണ പൂജകളും അല്ലാത്ത സമയത്ത് എല്ലാം അവിടെ നട തുറന്നിരിക്കും. ഭക്തന്മാർക്ക് അന്നേ ദിവസം പൂർണ്ണമായിട്ടും ഭഗവാനെ തൊഴുകുവാനുള്ള അവസരമുണ്ടായിരിക്കും. പിന്നെ പിറ്റേ ദിവസം ദ്വാദശി പാരണ കഴിഞ്ഞ് 9 മണിയോട് കൂടിയേ നട അടയ്ക്കാറുള്ളൂ. അപ്പോൾ ഏകാദശി ദിവസം പകലും രാത്രിയും, ദ്വാദശി ദിവസം 9 മണിവരെയും ആ ഗുരുവായൂരപ്പൻ്റെ നട പൂർണ്ണമായും ഭക്തജനങ്ങൾക്കായി തുറന്നുകൊണ്ടിരിക്കും. പിന്നീട് 9 മണിക്ക് നട അടച്ചു കഴിഞ്ഞാൽ ദ്വാദശി ദിവസം ഉച്ചയ്ക്ക് ശേഷം 3:30 മണിക്കാണ് നട തുറക്കുള്ളൂ. ഏകാദശി നാളിലെ നിർമാല്യ ദർശനം അതിവിശേഷം ഉള്ളതാണ്. അത് നമുക്ക് എല്ലാവർക്കും ഒന്നും സാധിക്കില്ലെങ്കിലും ആ സാധിക്കുന്ന ഭക്തജനങ്ങൾക്ക് അതിൻ്റേതായ പുണ്യം കിട്ടുന്നതാണ്. അന്നേ ദിവസം ചുറ്റുവിളക്കും ഉദയാസ്തമന പൂജയും എല്ലാം നടത്തുന്നത് ദേവസ്വം വകയായിരിക്കും. രാവിലെ 7 മണി മുതൽ ക്ഷേത്രം കൂത്തമ്പലത്തിൽ ഗീതാപാരായണം ഉണ്ടായിരിക്കും. പിന്നീട് അന്നേ ദിവസം വിശേഷാൽ പ്രസാദകൂട്ടാണ് ഉണ്ടായിരിക്കുക. അന്ന് ഗോതമ്പ് ചോറ്, അതുപോലെ ഗോതമ്പ് പായസം ഒക്കെ ഭക്തജനങ്ങൾക്ക് ആ ഉപവാസത്തിന് അനുസരിച്ചുള്ള രീതിയിലുള്ള പ്രസാദകൂട്ടാണ് അമ്പലത്തിൽ നൽകുന്നത്. ഇനി എന്നാൽ ഭഗവാന് സാധാരണ പോലെയുള്ള നിവേദ്യങ്ങളാണ് അന്നും ഭഗവാന് നിവേദിക്കുന്നത്. ഇനി അന്നത്തെ ഏകാദശി ദിവസത്തെ രാവിലത്തെ കാഴ്ച ശീവേലി കഴിഞ്ഞാൽ ഗുരുവായൂർ കിഴക്കേ നടയിലുള്ള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് പഞ്ചവാദ്യത്തോടുകൂടി എഴുന്നള്ളിപ്പ് ഉണ്ടായിരിക്കും. വൈകുന്നേരം പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ഗുരുവായൂരിലേക്ക് രഥത്തിൽ ഭഗവാനെ എഴുന്നള്ളിക്കുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. അത് സ്വർണത്തിലുള്ള ചെറിയ ഒരു രഥമാണ്. അതിലാണ് ഭഗവാനെ എഴുന്നള്ളിക്കുക. ആ രഥത്തിൻ്റെ മുന്നിൽ ചമ്മട്ടി ഏന്തിയ ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപം ഉണ്ടായിരിക്കും. അതായത് ആ കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ വെച്ച് ഭീഷ്മ പിതാമഹൻ ദർശിച്ച പാർത്ഥസാരഥി രൂപം, ആ ഭഗവാന്റെ അതിമനോഹരമായ ആ ചമ്മട്ടി ഏന്തിയിട്ടുള്ള നീലകളേബരനായിട്ടുള്ള ആ ഭഗവാനെ രൂപം അതിൻ്റെ മുന്നിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ആ രഥത്തിൻ്റെ പുറകിൽ അർജുനൻ്റെ രൂപവും പണിത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ രഥം എഴുന്നള്ളിപ്പിന് അകമ്പടിയായിട്ട് ധാരാളം ഭക്തജനങ്ങളും ഈ എഴുന്നള്ളിപ്പിൽ പങ്കെടുക്കുന്നതാണ്. അങ്ങനെ ഏകാദശി ദിവസം കഴിഞ്ഞാൽ അടുത്ത ചടങ്ങാണ് ദ്വാദശി പണം, അല്ലെങ്കിൽ ദ്വാദശി പണം വയ്ക്കൽ. അത് ഏകാദശി ദിവസം അർദ്ധരാത്രിയോടുകൂടി
ഈ ഏകാദശി പണം വയ്ക്കുന്ന ചടങ്ങ് ആരംഭിക്കുന്നു. ദ്വാദശി ദക്ഷിണ സമർപ്പിക്കൽ എന്നും ഇതിനെ നമുക്ക് പറയാം. ഇതൊരു വിശേഷാൽ ചടങ്ങാണ്. ക്ഷേത്രം കൂത്തമ്പലത്തിൽ വെച്ചാണ് ഈ ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങ് നടത്തുന്നത്. അഗ്നിഹോത്രികളായ ബ്രാഹ്മണർക്കാണ് അന്നേ ദിവസം നമ്മൾ ദക്ഷിണ നൽകുന്നത്. അത് ആ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരായ ആളുകൾ ശുഗപുരം, പെരുവനം, ഇരിഞ്ഞാലക്കുട ഗ്രാമക്കാരായ അഗ്നിഹോത്രികളാണ്. ആദ്യത്തെ ഈ ദക്ഷിണ കൊടുക്കുന്നത് ഭഗവാൻ തന്നെയായിരിക്കും. അതിൻ്റെ ആ ഭഗവാൻ കൊടുക്കുന്നു എന്നതിൻ്റെ മേൽശാന്തിയാണ് ഈ ബ്രാഹ്മണർക്ക് ദ്വാദശി ദക്ഷിണ ആദ്യമായി സമർപ്പിക്കുന്നത്. പിന്നീട് ക്ഷേത്ര ദേവസ്വം ജീവനക്കാർ, അതിനെ തുടർന്ന് ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ആ ദ്വാദശി ദക്ഷിണ സമർപ്പിക്കാവുന്നതാണ്. ഇത് അതീവ പുണ്യകരമായ ഒരു ചടങ്ങ് കൂടിയാണ്. ദ്വാദശി ദിവസം 9 മണി വരെ ഈ ചടങ്ങ് നീണ്ടു നിൽക്കും. ഭക്തജനങ്ങളായ എല്ലാവർക്കും ഈ ദ്വാദശി പണം സമർപ്പിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. അതിനുശേഷം ദ്വാദശി ഊട്ട് അമ്പലത്തിൽ നടത്തുന്നു. അന്ന് ഇടിച്ചു പിഴിഞ്ഞ പായസത്തോടു കൂടിയുള്ള സദ്യയായിരിക്കും അമ്പലത്തിൽ നടത്തുന്നത്. ഇനി 9 മണിക്ക് നട അടച്ചു കഴിഞ്ഞാൽ ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ് അല്ലെങ്കിൽ 3:30 മണിക്കാണ് നട തുറക്കുന്നുള്ളൂ. ആ സമയത്ത് നട അടച്ച സമയത്ത് വിവാഹം, ചോറൂണൊന്നും ദ്വാദശി ദിവസം അവിടെ നടക്കാറില്ല. ഇനി അതിൻ്റെ പിറ്റേ ദിവസമാണ് ത്രയോദശി. ഈ ത്രയോദശി നാളിൽ ത്രയോദശി ഊട്ടും ഗുരുവായൂരിൽ നടത്താറുണ്ട്. ഇത് ഒരു പരദേശി ബ്രാഹ്മണനായ ഒരു ഭക്തനു വേണ്ടി ഭഗവാൻ ശ്രാദ്ധം ഊട്ടി എന്നുള്ളതിൻ്റെ ആ ചടങ്ങാണ് ത്രയോദശി ഊട്ടായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ നടക്കുന്നത്. 2025 ഏകാദശി വ്രതം എടുക്കുന്ന എല്ലാ ഭക്തന്മാർക്കും ചൊല്ലാവുന്ന ഒരു മന്ത്രമാണ് പ്രസീദ തുളസീദേവി പ്രസീദ ഹരിവല്ലഭേ ക്ഷീരോദമദനോദ്ഭൂതേ തുളസീ ത്വം നമാമ്യഹം. അതോടൊപ്പം തന്നെ ദ്വാദശാക്ഷര മന്ത്രവും കൂടി നമുക്ക് ചൊല്ലാവുന്നതാണ്. ഓം കേശവായ നമഃ, ഓം നാരായണായ നമഃ, ഓം മാധവായ നമഃ, ഓം ഗോവിന്ദായ നമഃ, ഓം വിഷ്ണവേ നമഃ, ഓം മധുസൂദനായ നമഃ, ഓം ത്രിവിക്രമായ നമഃ, ഓം വാമനായ നമഃ, ഓം ഋഷികേശായ നമഃ, ഓം പത്മനാഭായ നമഃ, ഓം ദാമോദരായ നമഃ.